പ്രിയപ്പെട്ട എൻ്റെ പ്രജകളെ, ഞാൻ നിങ്ങളുടെ മാവേലി ചക്രവർത്തിയാണ്. അതായത് കേരളം മൊത്തം അനേക വർഷം കൊണ്ട് സമാധാനപരമായിട്ട്, സത്യമായിട്ട്, സന്തോഷപരമായിട്ട് നിങ്ങളെ ഞാൻ ഭരിച്ച മാവേലി ചക്രവർത്തിയാണ്. അത് മാവേലി വാഴും നാള് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, അതായത് ഈ വിരൽ പോലെയല്ല, പണക്കാരില്ല, പാവപ്പെട്ടവരില്ല, എല്ലാ ജനങ്ങളും ഒരേ രീതിയിൽ സത്യസന്ധമായിട്ട് ഞാൻ ഭരിച്ചു വന്നു. അതായത് കള്ളങ്ങളില്ല, കപടങ്ങളില്ല. കുറ്റം ചെയ്തവനെ ശരിക്കും ഞാൻ ശിക്ഷിച്ചിട്ടുണ്ട്. അതായത് ഞാൻ എൻ്റെ നാടിനെ ശരിക്ക് ഭരിച്ച് വന്ന് ഈ അസൂയയായ ദേവന്മാർക്ക് അസൂയ വന്നു. എന്നെ താർക്കണമെന്ന് അവർ വാദിച്ചു. അങ്ങനെയാണ് മഹാവിഷ്ണുവിൻ്റെ അരികിൽ ദേവന്മാർ വന്ന് പരാതി പറഞ്ഞു. എന്നെപ്പറ്റി ഈ ഒരു മഹാബലി വാഴുന്നു, അല്ലയോ മഹാവിഷ്ണു ഞങ്ങളെ ഇല്ലാതാക്കും. അതുകൊണ്ട് മഹാവിഷ്ണു എന്ത് ചെയ്തു? ഒരു വാമനനായിട്ട്, ഒരു ഹൈറ്റ് കുറഞ്ഞ ഏറ്റവും ഒരു ഷോർട്ട് മനുഷ്യനായിട്ട് അവതരിച്ചു. എൻ്റെ മുന്നിൽ ഒരു യാചകനായിട്ട് വന്നു എന്നെ കബളിപ്പിക്കാൻ. പക്ഷേ സത്യനായ ചക്രവർത്തിയായി ഞാൻ വീണ്ടും അടുത്തിൽ എൻ്റെ അടുക്ക് വന്ന് യാചിച്ചു, ഹലോ ചക്രവർത്തി, എനിക്ക് കുറച്ച് സ്ഥലം വേണം, 3 ചുവട് സ്ഥലം വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടുത്തോ. അപ്പോഴോ ഞാൻ നിന്നുകൊടുത്തു. മഹാവിഷ്ണു വാമനൻ വന്നു ആണ് ശരിയായിട്ടുള്ള രൂപം കാണുന്നത്. രൂപം കണ്ടു. 3 ലോകവും, ഭൂമി, സ്വർഗം, പാതാളം, 1, 2 ചുവടിൽ എല്ലാ ലോകങ്ങളും അളന്നു കഴിഞ്ഞു. 3-ാമത്തെ അളന്നതിന് സ്ഥലമില്ല. ഞാൻ സത്യസന്ധമായ എൻ്റെ വാക്കിനെ പാലിക്കുന്നതിന് വേണ്ടി ആ വാമനൻ്റെ മുന്നിൽ വന്ന് എൻ്റെ തല ചായച്ചു കൊടുത്തു. അങ്ങനെ എന്നെ ചവിട്ടിൽ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. പക്ഷേ ഒരു വാചകൻ പറഞ്ഞു, എല്ലാ വർഷവും അങ്ങുന്നിനെ നിങ്ങളുടെ പ്രജകളെ വന്ന് കാണാം. അതുകൊണ്ടാണ് പ്രിയ ജനങ്ങളെ ഞാൻ നിങ്ങളെ വന്ന് കണ്ടത്. നിങ്ങൾക്കെല്ലാവർക്കും സർവ്വവിധവുമായ നന്മയും ഐശ്വര്യങ്ങളും ഞാൻ നേരുന്നു. എനിക്കറിയാം, ഇത് മെൽബേൺ, നമ്മൾ വാസ്തവത്തിൽ കേരളത്തെക്കാട്ടിൽ, ഇന്ത്യയെക്കാട്ടിൽ പുറം രാജ്യങ്ങളിലാണ് ഓണം ആഘോഷം ശരിക്കും നടക്കുന്നത്. ഈ ഒരു മെൽബേൺ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിൽ ഇത്രയും എൻ്റെ ജനം ആത്മാർത്ഥമായിട്ട് വന്ന് ഇന്ന് ഇവിടെ എന്നെ സ്വീകരിക്കാൻ വന്നതിൽ ഞാൻ വളരെ വളരെ ഞാൻ സന്തോഷമാണ്. പ്രത്യേകിച്ച് നിങ്ങളെ നയിക്കുന്നതായ ഒരു ഇടയനുണ്ട്, ഞാൻ അറിഞ്ഞു, ഫാദർ അജി വർഗീസ്. ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സർവ്വവിധമായ മംഗളങ്ങളും ഞാൻ നേർന്നുകൊള്ളുന്നു. എൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും എപ്പോഴും നിങ്ങളുടെ ഉണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ. ഇനി എനിക്ക് പല പല രാജ്യങ്ങളിൽ പോകാനുണ്ട്. ഇവിടുത്തെ വിസിറ്റ് ചെയ്യുന്നു ഞാൻ. ഇനി നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് തലവനായ കോട്ടയത്തെ ഭാവതിരുമേനിയുമായിട്ട് ഞാൻ ഓണസദ്യ കഴിച്ചു. നിങ്ങളെല്ലാം പ്രത്യേകം തിരക്കി. ഓക്കെ, ഇനി എനിക്ക് ഞാൻ ഉടനെ ഉടനെ ഈ സ്ഥലം വിടുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്ക് കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം.